വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയുള്ള ഓരോ അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ICUലാകും. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറായി വന്നു കഴിയുമ്പം അടുത്ത കീമോയുടെ ടൈം ആകും. രേണുസുതി വീണ്ടും കണ്ടന്റ് ദാരിദ്ര്യം. സത്യം പറയാലോ, രേണുസുതിക്കല്ല കണ്ടന്റ് ദാരിദ്ര്യം, എനിക്കൊക്കെ ഉള്ളത് പറഞ്ഞേക്കാം. അതുകൊണ്ട് മാത്രമാണ് ഈ കോണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരു താല്പര്യവും ഇല്ല, ഒരു താല്പര്യവും. രേണുസുതിക്ക് പിന്നെ കണ്ടന്റ് ദാരിദ്ര്യം വരത്തില്ല, നിങ്ങൾക്ക് അറിയാലോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെയിലി വന്നിരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനി അവർക്ക് പറയാൻ വയ്യെങ്കിൽ ചേച്ചി ആരെങ്കിലുമൊക്കെ ഉണ്ട്. എന്തിന്? ആരെ ബോധിപ്പിക്കാൻ? ബോധിപ്പിച്ചിട്ട് എന്ത് കിട്ടാനായിപ്പോ? പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി വേറൊരു കാര്യം, ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണാൻ ഇരിക്കേണ്ട കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ഇല്ല പറയാൻ. ചുമ്മാ ആവശ്യമില്ലാതെ വന്ന് ഓരോന്നൊക്കെ വിളിച്ചു കൂവി അങ്ങ് പറയും. അത് പുതുമയൊന്നും അല്ല, പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഇപ്പോഴും അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ വയ്യ, ഒരസുഖമുണ്ട്, ഒരു പൊടിക്ക് ഒതുങ്ങുക, പിന്നെയും വന്നിരുന്ന് എന്തൊക്കെയോ വിളിച്ചു പറയും. പിന്നെ അതിനെ ന്യായീകരിക്കാൻ അടുത്ത വീഡിയോ. അതിപ്പോൾ രേണുവിന് വയ്യെങ്കിൽ രേണുവിൻ്റെ ചേച്ചി വന്നിരുന്ന് ന്യായീകരിക്കും. എന്തിന്? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. രേണു തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പോയിട്ട് പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ, എനിക്കതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല. പിന്നെന്തിനാണ് ഈ വന്നിരുന്ന് വീണ്ടും കഥ പറയാൻ നിൽക്കുന്നത്? അപ്പോൾ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, കണ്ടന്റ് അല്ലേ? ഓക്കെ, ഇത്രയും കാലം നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കി ജീവിച്ചു, മനസ്സിലായി. വീണ്ടും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തിനത്? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. നല്ല കണ്ടന്റുകൾ ചെയ്തൂടെ? ആളുകൾ കാണാൻ വരുമായിരുന്നല്ലോ. ഈ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിലിട്ട വീഡിയോ, അത് കഴിഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ, ഇതിനൊക്കെ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മകനെ പറ്റി വന്നിരുന്നു, കേട്ടതാണല്ലോ നമ്മുടെ കിച്ചുവിനെ പറ്റി. അത് കഴിഞ്ഞ തൊട്ടാണ് തീർന്നു, വീണ്ടും അങ്ങോട്ട് നാറാൻ തുടങ്ങി രേണുസുതി. നാട്ടുകാരുടെ വെറുപ്പ് വീണ്ടും നല്ല രീതിയിൽ സമ്പാദിച്ചു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അവരവരുടെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം, ഓരോ കീമോയ്ക്ക് 2 ലക്ഷം രൂപയാണെന്ന് ചെലവ്. നാട്ടുകാർ വെറുതെ ഇരിക്കുവോ? ഈ അസുഖമുള്ള ഒരുപാട് ആളുകൾ, പല ആളുകൾ വന്ന് നമ്മളോട് സംസാരിക്കുന്നു, കീമോയ്ക്ക് 2 ലക്ഷം രൂപയോ, അതും സർക്കാർ ആശുപത്രിയിൽ. അവരുദ്ദേശിച്ചത് മരുന്ന് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടെങ്ങാണ്ടാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നോക്കിയും കണ്ടും പറഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആണ്, ഒരു നെഗറ്റീവ് സെലിബ്രിറ്റി തന്നെയാണ് രേണു ഇന്നും. അതുകൊണ്ട് തന്നെ നാട്ടുകാർ എടുത്തു വെച്ച് കൊടുക്കും. ഇപ്പം അതാണ് സംഭവിച്ചത്. താങ്ങാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ചേച്ചി ഇറങ്ങി കളത്തിലേക്ക്, മരുന്നിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച്. നമുക്ക് അതൊന്ന് കാണാം, എന്നിട്ട് ബാക്കി പറയാം. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ്, ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഫെസ്കോ, ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത്. 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ഫ്രീയായിട്ട്, ഞാൻ ഇപ്പോഴും അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്ക് ആ കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാനത് എൻ്റെ ഒരു അപേക്ഷയാണ്. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എൻ്റെ പൊന്ന് ചേച്ചി തന്നെ ചേച്ചിയുടെ അനിയത്തിയോട് പറയുക, മനസ്സിലായില്ലേ? വന്നിരുന്ന് സോഷ്യൽ മീഡിയ ആണ്, അവിടെ കാര്യം പറയാൻ നിൽക്കുമ്പോൾ പ്രോപ്പറായിട്ട് കാര്യം പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതെ വാ പൊത്തി ഇരിക്കുക എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക ആദ്യമേ അനിയത്തിക്ക്. പിടികിട്ടിയോ? മരുന്നിന് ഇത്ര ലക്ഷം രൂപയാണ് ആകുന്നുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാവരും അങ്ങനെ തന്നെ എടുക്കുകയുള്ളൂ. പക്ഷെ നിങ്ങളുടെ അനിയത്തി അങ്ങനെ അല്ല പറയുന്നത്. ഒന്നുകിൽ അവർക്ക് വയ്യാത്തതിൻ്റെ പുറത്ത് അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. തൽക്കാലം മോളെ നീ നിർത്ത്, വീഡിയോ ചെയ്യണ്ട. ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടല്ലോ, ഫോണും ഇതുപോലുള്ള വീഡിയോ പരിപാടി ഒന്നും വേണ്ടാന്ന്. റെസ്റ്റ് എടുക്ക്, അസുഖം പെട്ടെന്ന് മാറട്ടെ. അത്യാവശ്യം നീ ഇപ്പോൾ ഉണ്ടാക്കിയല്ലോ, ഈ ട്രീറ്റ്മെൻ്റ് ഉള്ളത് നീ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നമുക്ക് അതുകൊണ്ടെല്ലാം കഴിയാം. ട്രീറ്റ്മെൻറ്റ് കഴിയട്ടെ, അതിനുശേഷം നീ വീണ്ടും തുടങ്ങ് എന്നല്ലേ സ്നേഹമുള്ള ഒരു ചേച്ചി ഈ അവസ്ഥയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്?
അല്ല നാട്ടുകാർക്ക് വന്നിട്ട് വീണ്ടും വിശദീകരിച്ചു കൊടുത്ത് മറ്റേ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു ദ്രോഹം ചെയ്തില്ല. നിങ്ങളാരും എനിക്ക് ഒരു ഉപകാരവും ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവൾക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞാൻ ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നതിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്, പല സ്റ്റേജസ് ഉണ്ട്. രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. എൻ്റെ മെഡിസിനെ പറ്റിയുള്ള വിവാദങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞു. എനിക്ക് ഫോൺ തരാത്തതുകൊണ്ട് ഞാനിതൊന്നും അറിയുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് വിവാദമൊന്നും കേൾക്കരുതെന്ന്. അത് എൻ്റെ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടുകാർ എനിക്കിപ്പോൾ ഫോൺ തരാറില്ല. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തന്നെ എൻ്റെ ചേച്ചി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചു. അപ്പം നിങ്ങൾ കുറച്ച് പേരുടെ ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കാതിരിക്കുക. അതുപോലെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളെ ഉപദ്രവിക്കണമെന്നൊന്നും നമുക്കില്ല കേട്ടോ. സീരിയസ്ലി തുടക്കത്തിൽ അത് പറയാം. കാരണം അതിൻ്റെ ആവശ്യമില്ല. എന്തിന്? ആ കിടപ്പ് നിങ്ങൾ കണ്ടല്ലോ, ഇല്ലാതെ ഈ പരുവമായി. അല്ല, പണ്ടും ഏതാണ്ട് ഇതൊക്കെ ഉള്ളൂ, പക്ഷെ പണ്ടത്തെക്കാട്ടിലും അവസ്ഥയിലാണ്. രേണു, നിങ്ങൾ റെസ്റ്റ് എടുക്ക്, അവിടെ കിടന്ന് റെസ്റ്റ് എടുക്ക്. ഈ കിടന്നുകൊണ്ട് അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ വേറൊരു കാര്യം കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. 2 ലക്ഷം രൂപയുടെ മരുന്നൊക്കെ ഉണ്ട്. ഇത് കാരുണ്യം നിന്ന് മേടിക്കുകയാണെങ്കിൽ റേറ്റ് കുറഞ്ഞ് കിട്ടുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ, കിട്ടും. പിന്നെ ഗവൺമെൻറ് ആശുപത്രിയാണ്, ഒരുപാട് നമുക്ക് റേറ്റ് കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ലൈക്ക് നമുക്ക് റേഷൻ കാർഡും ഒക്കെ ആയിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, കാരുണ്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ് കിട്ടും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവിടെ. പിടികിട്ടിയോ? പിന്നെ ആ ഒരു മരുന്നിൻ്റെ രേണു പറഞ്ഞത് ഈ ഒരു മരുന്നിൻ്റെ 2 ലക്ഷത്തെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞ് ഓക്കെ, നിങ്ങൾ ഇറങ്ങുന്നു. പക്ഷെ ഇങ്ങനല്ല അവർ വന്നിരുന്ന് സംസാരിക്കുന്ന എൻ്റെ ആ പൊന്ന് രേണുസുതിയുടെ ചേച്ചി. പിടികിട്ടിയോ? നിങ്ങളുടെ അനിയത്തി ഇങ്ങനല്ല വന്നിരുന്ന് സംസാരിക്കുന്നത്. ഓരോ കീമോയ്ക്ക് 2 ലക്ഷം രൂപ വെച്ചൊക്കെ ചിലവാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖം ഉള്ളവരാണെങ്കിലും ഒന്ന് ചിന്തിക്കുവേ. കീമോയ്ക്ക് 2 ലക്ഷമോ മരുന്നിന് 2 ലക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ എന്ന് ആരാണെങ്കിലും ചിന്തിക്കും. പിടികിട്ടിയോ? അപ്പം നേരെ ഒന്നാമത് നിങ്ങൾ പെങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കാണിച്ച പരിപാടിയോടൊന്നും ആർക്കും യോജിപ്പില്ല. അപ്പം ഇതും കൂടെയൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ പിടിച്ചങ്ങോട്ട് ഒട്ടിക്കും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്നിട്ട് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കീഴെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ പ്രേരിപ്പിക്കാതെ, അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ സംസാരിപ്പിക്കാതെ, മിണ്ടാതെ അവിടെ കിടത്തിക്കുക. അവരെ റെസ്റ്റ് കൊടുക്കുക അവർക്ക് നന്നായിട്ട്. ഇപ്പൊ കീമോ വന്നിട്ട് നല്ല ക്ഷീണത്തിൽ കിടക്കുവാണ്. നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോ വന്നിട്ട് ഞാൻ എങ്ങനെയായിരുന്നു. അപ്പൊ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ചേച്ചി സംസാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നോ ഇതിൽ സംസാരിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ 2-3 ദിവസമായിട്ട് ചില ബ്ലോഗേഴ്സ് രേണുവിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസിനെ കുറിച്ച് സമൂഹത്തിൽ തെറ്റായ കുറേ ധാരണകൾ അവർക്ക് സമൂഹ മാധ്യമത്തിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിന് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ രേണുവിന് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റോ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ 2 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങനെയാകുന്നു? കീമോയ്ക്ക് അത്രയും മെഡിസിന് അത്ര വിലയാകുന്നില്ല. പിന്നെ കുറേ ക്യാൻസർ വന്ന ക്യാൻസർ പേഷ്യൻസിൻ്റെ വോയിസും എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ അവർ സംസാരിക്കുന്നുണ്ട് അവർക്ക് ഈ മെഡിസിൻ 5000 രൂപയ്ക്ക് കിട്ടിയെന്നും, പിന്നെ ഞാനും ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്ക് അത്രയും മെഡിസിന് വിലയായിട്ടില്ല. രേണു ഇത് രോഗം വരെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൂടെ ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചും ഈ രോഗമൊന്നും കള്ളത്തരമാണെന്നൊന്നും പറഞ്ഞ് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് വേറൊരു കാര്യം. ഈ തുടക്കകാലത്ത് പല അഭ്യൂഹങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചില ആളുകൾ ഇങ്ങനെ കിംവദന്തി പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കൺഫേം ആയെന്ന് പറഞ്ഞതിന് ശേഷം നമ്മളൊരു അക്ഷരം മിണ്ടാൻ പോയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ചേച്ചി ഈ വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഈ അസുഖം ഇങ്ങനെ വിറ്റ് കാശാക്കാൻ ഒരു മടിയില്ലേ? എന്തിനാണ് ആ സ്ത്രീയെ പുറകെ കിടത്തിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്ന് ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ ആ കിടപ്പ് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നു. അതായത് അവരെ തെറി അങ്ങനെ ആരും വിചാരിക്കരുത്. എനിക്കൊരു സങ്കടം തോന്നുന്നു ആ കിടപ്പ് കാണുമ്പോൾ. അത്രേ ഉള്ളൂ. വലിയ മനസാക്ഷി കുത്തൊന്നും ഇല്ലടേ.
അങ്ങനെ ആരും പറഞ്ഞുകൊണ്ട് വരണ്ട. പക്ഷേ എന്തോ എവിടെയോ ഒരു ചെറിയ സങ്കടം ആ ഒരു കിടപ്പ് കാണുമ്പോൾ. എനിക്ക് അതുകൊണ്ട് തന്നെ ഒന്നും പരിധിയിൽ കൂടുതൽ പറയാനും പറ്റുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു മനുഷ്യജീവിയല്ലേ, ആ ഒരൊറ്റ കൺസിഡറേഷൻ, കൂടുതലൊന്നും ഇല്ല. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പിന്നെ നാളെ നമ്മളെ തലയിൽ കയറും. സമ്മതിക്കണം കുടുംബത്തെയും കൂടെ, കുടുംബത്തോടാ ഈ പരിപാടിയൊന്ന് നിർത്തുക. അവർക്ക് കംപ്ലീറ്റ്ലി അവരെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കുക. അവർക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർക്ക് ഇഷ്ടം ഇങ്ങനെ വന്ന് നാട്ടുകാരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നെഗറ്റീവായി മാറാനാണോ? അല്ല, രേണുവിൻ്റെ കുടുംബം തന്നെ പറയണം. തൽക്കാലം അതാണ് ഏറ്റവും ഇഷ്ടമെങ്കിൽ തൽക്കാലത്തേക്ക് ആ ഇഷ്ടമൊന്നും മാറ്റി വെക്കാൻ പറ അവരോട്. ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന കഥ പറയും, നാട്ടുകാർ അതിൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇടും, പിന്നെ അത് കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് പിന്നെ അതെടുത്ത് സ്റ്റോറിയിൽ ഇടണം. എന്തിന്? വൈ? ഇവര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവർക്ക് പോലും തെറ്റായ ഒരു സന്ദേശമാണ് ഇവർ ഇതിൽ കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? നമ്മളിപ്പോൾ ഈ ബ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. നമ്മളെ ഞാൻ പറഞ്ഞല്ലോ, അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവളുടെ രോഗം എത്രയും വേഗം ഭേദമാകാൻ വഴിപാട് ലഭിക്കുന്ന ഒരുപാട് ആൾക്കാർ, നേർച്ച നേരുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി മാത്രമാണ്, അവർക്കൊന്നും ഇതൊന്നും സത്യാവസ്ഥ ബോധ്യമാകണം, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. രേണുവിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിൽ HER2 പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ HER2 പോസിറ്റീവിന് അത് അതിതീവ്രമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. അത് അതിപ്രസരമുള്ള ഒരു ക്യാൻസറുമാണ്. അപ്പോൾ അതിൽ നമ്മൾ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാർഗറ്റഡ് തെറാപ്പി. ആ ടാർഗറ്റഡ് തെറാപ്പിയിൽ ഉള്ള ഒരു ഇഞ്ചക്ഷനാണ് ഫെസ്കോ 600 mg. ഈ ഒരു ഇഞ്ചക്ഷനാണ്. കാരണം ഇത് ഓരോ കീമോ ചെയ്യുമ്പോഴും കീമോയ്ക്ക് മുൻപായിട്ട് ഈ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിൻ്റെ പ്രൈസ്, ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ, ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷൻ്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോയാണ് രേണുവിന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഓപ്പറേഷനൊക്കെ ഉണ്ട്, സർജറി ഉണ്ട്. നിങ്ങൾ പറയുന്നു ചേച്ചി, നിങ്ങൾ പറയുന്നു രേണു പറഞ്ഞത് ഈ മരുന്നിൻ്റെ കാര്യമാണെന്ന്. പക്ഷെ അങ്ങനല്ല രേണു പറഞ്ഞിരിക്കുന്നത്. പിടികിട്ടിയോ? അവർ കീമോയ്ക്ക് എന്നെടുത്ത് വെച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന, പ്രത്യേകിച്ച് അസുഖം വന്ന ആളുകൾ പോലും ഇത്രയും അങ്ങോട്ട് ക്ഷുഭിതരായിട്ട് പല ആളുകളെയും വിളിച്ച് ഇതെന്താണ് ഇവർ ഈ പറയുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലായോ? അത് നിങ്ങളൊന്നും മനസ്സിലാക്ക്. എന്നിട്ട് നാട്ടുകാരെയും റിയാക്ഷൻ വീഡിയോക്കാരുടെയും നെഞ്ചത്തോട്ട് കയറ്. പിന്നെ വീണ്ടും ഞാൻ പറയുന്നു, തൽക്കാലം ഇതൊന്ന് നിർത്തിവെക്ക്. നിങ്ങൾക്ക് പോരാ, ഇതൊന്ന് തൽക്കാലം നിർത്തിവെക്ക്. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ നിങ്ങൾക്ക് ചെയ്യണം, പൈസ വേണം, വേറെ സാധനങ്ങൾ ചെയ്യും, നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് പെങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വേണമെങ്കിൽ പറഞ്ഞേക്കുക, അങ്ങനെ വേണമെങ്കിൽ എടുത്തോ. നിങ്ങളിത് ചെയ്തോ, പക്ഷെ ആ സ്ത്രീയെ ഇതൊന്നും കാണിക്കാതിരിക്കുക. കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളും തെറികളും ഒക്കെ കാണിച്ച് പിന്നെ അവരത് കട്ട് ചെയ്ത് സ്റ്റോറി ഇട്ട് അത് ചെയ്യാതിരിക്കുക. അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത അതാണ് ഇവരുടെ കുടുംബം. മനസ്സിലായേ? അവരെ കൊണ്ട് അവർ ഇങ്ങനെയാണ്, നെഗറ്റീവിലൂടെ അവർക്ക് പൈസ കിട്ടുന്നുള്ള വ്യൂഷിപ്പ് ഉണ്ടെങ്കിൽ കാണിക്കുക, പോട്ടെ, തള്ളിവിടാം. പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കുടുംബം വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ കാണിക്കാതിരിക്കാൻ പറ്റും. അതൊന്നും കാണിക്കാതിരിക്കുക, അതെങ്കിലും ചെയ്യും. ഈ റിയാക്ഷൻകാരോട് നിങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അതുപോലെ നിങ്ങളോട് ഞാൻ അത്രേ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇന്നും അവർ പറയുന്നത് കേട്ടു, ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന്. എവിടാണ് ഈ 5000 രൂപയ്ക്ക് ഇഞ്ചക്ഷൻ കിട്ടുമെന്ന് അതൊന്ന് അറിയിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. ഈ ഒരു ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ അതിനകത്ത് ഓരോ ക്യാൻസർ പേഷ്യൻസ് വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് അത്രേ ആയുള്ളൂ, അവൾക്കതായില്ല, എൻ്റെ ക്യാൻസറിന് ഇങ്ങനെയായിരുന്നു, എൻ്റെ ക്യാൻസറിന് കീമോ ചെയ്തപ്പോൾ ഞാൻ ഇത്ര രൂപയായുള്ളൂ. അത് പറയുന്നതിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാൻസർ എന്ന് പറയുന്നത് അത് പല ടൈപ്സ് ഉണ്ട്.
പല സ്റ്റേജസ് ഉണ്ട്, അതിന് ട്രീറ്റ്മെന്റ് പല ടൈപ്പാണ്. ഇപ്പൊ HER2 പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആന്റിബോഡി ടാർഗറ്റ് തെറാപ്പി ഇവർക്ക് കൊടുക്കേണ്ട വരുന്നത്. ഈ HER2 പോസിറ്റീവ് അല്ലാതെ HER2 നെഗറ്റീവ് ആയ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഈ കീമോയുടെ മാത്രം ആവശ്യമുള്ളൂ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മെഡിസിൻ ഇതാണ് നിങ്ങൾ പറയുന്നുണ്ട് കീമോ, ഇതാണ് രേണുവിന് എടുക്കുന്ന കീമോ മെഡിസിൻ. ഇതിന്റെ വില അതല്ല, നിങ്ങൾ കണ്ടോ, ഇതാണ് കീമോ എടുക്കുന്ന മെഡിസിൻ. ഇത് അതല്ല, ആ മെഡിസിൻ അല്ല. നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ രേണു കള്ളത്തരം പറഞ്ഞുണ്ടാകുന്ന അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത്. ഇത് ടാർഗറ്റഡ് തെറാപ്പിക്ക് കൊടുക്കുന്ന ടാർഗറ്റഡ് തെറാപ്പി, അതിനുള്ള ആന്റിബോഡി. പൊന്നു പെങ്ങളെ, രേണു കള്ളത്തരം പറഞ്ഞു എന്നല്ല പറയുന്നത്. നിങ്ങൾ രേണുവിൻ്റെ വീഡിയോ ആദ്യമേ പോയി കാണും, മനസ്സിലായോ? ഞാൻ പറയുന്നില്ല രേണു കള്ളം പറഞ്ഞു, ഓക്കെ. നിങ്ങൾ പോയി രേണുവിൻ്റെ വീഡിയോ ഒന്ന് കാണും, എന്നിട്ട് അവരെന്താ പറയുന്നതെന്നൊന്ന് കേക്ക്, എന്നിട്ട് വന്നിട്ട് ഈ സാധനം പറ. എന്നിട്ട് വന്നിട്ട് പറ രേണു പറഞ്ഞത് ഈ മരുന്നിനെ പറ്റിയായിരുന്നു, രേണു അങ്ങനെ ഒരു മരുന്നിനെ പറ്റി പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? കീമോ എന്നുള്ളൊരു വാക്കാണ് അവർ പറഞ്ഞത്, അത്രേ ഉള്ളൂ. അതിനകത്ത് ഈ മരുന്നും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണോ അവരിനി, ചിലപ്പോൾ ഇനി വേണമെങ്കിൽ അങ്ങനെ പറയാം, മരുന്നും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞതെന്ന്. പക്ഷെ അത് കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആൾക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്നവരുടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരിയൊക്കെ പൊടിപ്പും തെറ്റുകൾ കാണും, അറിയാതെ ആണെങ്കിൽ പോലും. അറിഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നില്ല, പോട്ടെ, അവിടെയും തള്ളിക്കള. പക്ഷെ പിന്നെ വന്നിരുന്ന ഈ ന്യായീകരണം, ആന്റിബോഡി ഇഞ്ചക്ഷൻ ആണിത്, ഇതിന്റെ വിലയുടെ കാര്യമാണ് രേണു പറഞ്ഞത്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായാൽ എനിക്ക് അറിയില്ല. പിന്നെ ക്യാൻസർ വരുന്നത് ക്യാൻസർ പേഷ്യൻസ് തന്നെയാണോ അതിൽ വോയിസ് അയച്ചേക്കുന്നതും എനിക്കറിയില്ല. ഇഞ്ചക്ഷൻ്റെ കാര്യം നിങ്ങൾ പറയുന്ന പോലെ പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ കിട്ടിയ മെഡിസിനോ അതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ നിങ്ങൾ പറഞ്ഞ മെഡിസിനാണോ ഇതൊന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ടാണോ ഇങ്ങനൊരു വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനകത്ത് കുറേ ക്യാൻസർ പേഷ്യൻസ് ആരൊക്കെയോ അവരുടെ വോയിസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. അതിനകത്ത് ആ വോയിസ് പറയുന്ന ഒരു ആളുണ്ടല്ലോ, ആ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് ചേച്ചി പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്രേ ആയുള്ളൂ, എനിക്കും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. ചേച്ചിയുടെ ആ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സും അതിൻ്റെ രേഖകളെല്ലാം ചേച്ചിയുടെ കയ്യിലുണ്ടല്ലോ, ചേച്ചിക്ക് അത് അറിയാമായിരിക്കുമല്ലോ. ചേച്ചി അത് വായിച്ചു നോക്കില്ലേ? ചേച്ചിയുടെ വീട്ടിലുള്ളവർക്ക് അതറിയാം. ചേച്ചി ഒന്ന് നോക്ക്, അതിൽ ചേച്ചിയുടെ ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജാണ്, അതിൽ HER2 പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ, ഇതൊക്കെ രേണു ഇത്രയും സംഭവങ്ങൾ ഇതാണ് രേണുവിൻ്റെ ക്യാൻസറിൻ്റെ ടൈപ്പ്. ആ ടൈപ്പ് തന്നെയാണോ ചേച്ചിക്കുണ്ടായെന്ന് ചേച്ചി ഒന്ന് നോക്കുക. എന്നിട്ട് വേണം ചേച്ചി പറയാൻ ചേച്ചിക്ക് ആയ മെഡിസിൻ്റെ വില തന്നെയാണോ രേണുവിനും ആകുന്നത്, ചേച്ചിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണോ രേണുവിനും കൊടുക്കുന്നതെന്ന്. രേണു ഹോസ്പിറ്റലായിരുന്നു എന്ന് കള്ളത്തരം പറയുന്നു, അവൾ ഹോസ്പിറ്റലല്ലായിരുന്നു, അത് കെട്ടിച്ചമച്ച കഥയാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അവരോട് പറയാനുള്ള, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു ക്യാൻസർ വന്ന് അതിൽ സ്റ്റേജ് ഇവളുടെ ആ ഒരു സ്റ്റേജ് ആയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവർ ഇത് പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഓരോ കീമോ ചെയ്ത് കഴിയുമ്പോഴും അവരുടെ കൗണ്ട് കുറയുന്നു, പിന്നെ വോമിറ്റിങ്, ലൂസ് മോഷൻ, അങ്ങനെയുള്ള ഓരോ അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ വരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ ICUലാകും. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവറായി വന്നു കഴിയുമ്പം അടുത്ത കീമോയുടെ ടൈമാകും. ആ കീമോ കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനെ ഈ കീമോ തീരുന്നോടം വരെ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് അറിയാവുന്നവർക്കും അത് അനുഭവിച്ചവർക്കും ആ ഒരു വേദന മനസ്സിലാകും, അല്ലാതെ ഹോസ്പിറ്റലിലാണെന്നോ. അപ്പോൾ എന്നും മതി. ഞാനൊരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ചേച്ചി പറഞ്ഞതെല്ലാം മനസ്സിലാക്കുന്നു, എനിക്കും സങ്കടമുണ്ട്. ഉള്ള കാര്യം പറയാലോ, ഒരാൾ ഇത്രയും വലിയ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് സങ്കടമുണ്ട്. അതിപ്പം നമ്മുടെ ശത്രു ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ. പക്ഷേ ഒരൊറ്റ ചോദ്യമുള്ളൂ തിരിച്ചു ചോദിക്കാൻ, ഇത്രയും അവസ്ഥയിലൂടെ ആ സ്ത്രീ കടന്നു പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ ഈ പുറകെ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവരെ ഇങ്ങനെ കിടത്തിയിട്ട് നാട്ടുകാരുടെ ഫ്രണ്ടിൽ പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ്? ഇല്ലെങ്കിൽ എന്തിനാ അവരെ ഒന്ന് ജീവൻ വെച്ച് വരുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിടിക്കുന്നു? എന്തിനത് ചെയ്യിക്കുന്നു? നിങ്ങളെ വേണോ ആദ്യമേ കല്ലെറിയാൻ? അവരെ അല്ല, ഫസ്റ്റ് നിങ്ങളെ വേണോ അറിയാൻ? എന്ത് കാര്യത്തിന്? റെസ്റ്റ് എടുപ്പിക്കുക അവരെ കൊണ്ട്. മറിച്ച് എന്താ ചെയ്യിക്കുന്നത്? ഒന്ന് ജീവൻ വെച്ച് കഴിയുമ്പോൾ കീമോ കഴിയുന്നു, അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വോമിറ്റിംഗ് ആയി, ലൂസ് മോഷനായി, ഇതെല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് വീണ്ടും കീമോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യിപ്പിക്കാൻ എൻ്റെ പൊന്നു ചേച്ചി അതിന് കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കാണുമ്പോഴാണ് രണ്ട് വർത്താനം കൂടുതൽ പറയാൻ തോന്നുന്നത്. അത് നിർത്തിക്കും നിങ്ങൾ. അപ്പം തന്നെ അവരുടെ പകുതി അസുഖം മാറും. നാട്ടുകാരെ ഈ പറയുന്നതൊക്കെ നിർത്തിക്കോളും. ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ടവരെ താഴെ കമൻറ്റ് ബോക്സിൽ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറ.
അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.